ഹലോ, ഇന്ന് നമുക്ക് കണ്ണ് വരയ്ക്കാൻ പഠിച്ചാലോ? അപ്പം ഞാൻ മാക്സിമം ഇതിൽ ചാർക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ റെഫറൻസ്. ഇത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റിയിട്ടാണ് വരയ്ക്കുന്നത്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഷെയ്ഡുകളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങിയാലോ? ആദ്യം നമ്മൾ ഐബോളാണ് വരയ്ക്കുന്നത് കേട്ടോ. ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് നല്ല ഡാർക്കുള്ള ഭാഗമാണ് ഫസ്റ്റ് വരയ്ക്കുന്നത്. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്തിട്ട് ഡാർക്ക് ആക്കുന്നില്ല, ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ബ്ലെൻഡിങ് സ്റ്റിക്കുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു പാക്കറ്റിൽ തന്നെ കുറേ ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ നമുക്ക് പല സൈസിലുള്ളത് ഉണ്ടാവും. അത് നമുക്ക് ഇതിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മേക്കപ്പ് ബ്രഷ് കൂടി ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐബോളിൻ്റെ സൈഡിൽ നല്ല ഡാർക്ക് വരുന്നുണ്ട്. ആദ്യം ഞാൻ ബ്ലെൻഡിങ് സ്റ്റെമ്പ് കൊണ്ട് അതിലുണ്ടായിരിക്കുന്ന ആ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. പിന്നെ പെൻസിൽ വെച്ചിട്ട് ആ ഭാഗത്തൊന്ന് ഡാർക്കണാക്കി മാറ്റുന്നുണ്ട്. ഐബോളിനുള്ളിൽ നാര് പോലുള്ള ഭാഗങ്ങൾ നമുക്ക് നേർത്ത വരകളായിട്ട് വരയ്ക്കാം. നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ നമ്മുടെ പെൻസിൽ നന്നായി ഷാർപ്പൺ ചെയ്ത് വെക്കുക. ചാർക്കോൾ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് ഷാർപ്പൺ ചെയ്യാം. ഷാർപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നേർത്ത വരകളായിട്ട് കിട്ടും കേട്ടോ. എല്ലാം വരച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മളത് ഷെയ്ഡ് ചെയ്യണം. ബ്ലെൻഡിങ് സ്റ്റിക്കോ അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷോ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇനി ഐലാഷസ് വരയ്ക്കാം. അതിന് നമ്മൾ പെൻസിൽ നന്നായിട്ട് ഷാർപ്പൺ ചെയ്തിട്ട് ഓരോ ഐലാഷസിൻ്റെയും ഡയറക്ഷൻ നോക്കിയിട്ട് ആ ഡയറക്ഷനിലേക്ക് വരയ്ക്കുമ്പോൾ ആ കണ്ണിനൊരു ജീവൻ തുടിക്കുന്ന പോലെ തോന്നും കേട്ടോ. അതിനുശേഷം ആ ഐലാഷസിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ബ്ലെൻഡായിട്ട് കുറച്ച് ബ്ലാക്ക് ഭാഗം കാണുന്നുണ്ട്. അത് നമുക്ക് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ മുകളിലുള്ള ലൈൻസ് വളരെ നേർത്ത ലൈൻസ്, തിന്നായിട്ടുള്ള ലൈനാണ്. അത് നമുക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഫറൻസ് പിക്ക് നോക്കിയിട്ട് ബാക്കി ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാർക്ക്നെസ് കുറഞ്ഞു പോകും. അപ്പോൾ ആ ഭാഗങ്ങൾ ഒന്നും കൂടി ഡാർക്കാക്കിയിട്ട് മാറ്റുക. ഇനി നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഷെയ്ഡുകൾ കൊടുക്കാം. കണ്ണിൻ്റെ ഉള്ളിൽ എന്തായാലും ഫുള്ളായിട്ട് പേപ്പർ വൈറ്റ് അല്ല, അവിടെയൊക്കെ ഷെയ്ഡിങ് വരുന്നുണ്ട്. പിന്നെ താഴെ ഭാഗത്തുള്ള ഐലാഷസ് കൂടി ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ. ഇതുപോലുള്ള ഡ്രോയിങ് ടൂളുകളൊക്കെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും വാങ്ങി വയ്ക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. ഒരു ചിത്രം റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോയിങ് ടൂളുകൾ മാത്രം പോരാ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സമയമാണ്. അതായത് നമ്മൾ എത്രത്തോളം ടൈം എടുത്തിട്ടാണോ ആ ചിത്രം ഫുള്ളാക്കുന്നത് അത്രത്തോളം ആ ചിത്രം റിയലിസ്റ്റിക് ആയി മാറും. അപ്പോൾ എല്ലാവരും ബിഗിനർ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് സമയം എടുത്തിട്ട് തന്നെ വരച്ച് പഠിക്കുക. നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ ഒരു വലിയ ചിത്രം ആക്കി വരയ്ക്കുക. അപ്പോൾ അതിലൊരുപാട് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടായിരിക്കും. അത് നമുക്ക് ഓരോന്നും ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ചെറിയ ചിത്രത്തിനേക്കാളും വലിയ ചിത്രങ്ങളാണ് നമ്മൾ ഡ്രോയിങ് പഠിക്കുന്ന ടൈമിൽ വരച്ച് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഐബോളിനുള്ളിൽ വൈറ്റ് പോർഷനുള്ളിലും ഈ കൺപീലിൻ്റെ ഭാഗങ്ങൾ നിഴലിച്ച് കിടക്കുന്ന പോലെ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഹൈലൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഡ്രോയിങ്ങിൽ ഹൈലൈറ്റ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇലക്ട്രിക് എറേസറാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക. എല്ലാവരും വരച്ച് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.